ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബൂസ്റ്റഡ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ബൂസ്റ്റഡ് ഒരു വണ്ടിയുടെ റിവ്യൂ വീഡിയോ ചെയ്യാണ്. നമ്മളങ്ങനെ സസ്പെൻസ് ഒന്നും വയ്ക്കുന്നില്ല. എൻ്റെ പുറകിൽ കിടക്കുന്ന വണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ലേറ്റായി, എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി. 2016 റാംഗ്ലർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതാണ് എൻ്റെ ഓർമ്മ. ലോഞ്ചിൻ്റെ പ്രോഗ്രാമിനൊക്കെ ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ടായി ജീപ്പിൻ്റെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ. അന്ന് ഉണ്ടായിരുന്ന വണ്ടിയല്ല ഇപ്പോൾ 2024 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങി. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 2021 ഇറങ്ങിയ റാംഗ്ലറിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ്. അൺലിമിറ്റഡും റൂബിക്കോൺ ഇന്ത്യയിൽ 2020 ആണോ 2021 ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും അൺലിമിറ്റഡിൻ്റെ പുറമെ റൂബിക്കോൺ എന്ന് പറഞ്ഞ വേർഷനും കൂടി ഇന്ത്യയിൽ ഇറങ്ങി. അതിന് ശേഷമുള്ള വണ്ടിയാണ് റൂബിക്കോൺ എന്നുള്ള വേരിയൻ്റാണ്. ഏറ്റവും ആദ്യം റാംഗ്ലർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് റൂബിക്കോൺ എന്ന് പറഞ്ഞ ഈ എക്സ്ട്രീം ഓഫ് റോഡ് കേപ്പബിൾ വണ്ടി ഈ സീരീസ് റാംഗ്ലേഴ്സ് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അതുമാത്രമല്ല, ഈ എൻജിനും ഇൻ്റർനാഷണലി പുതുതായിട്ട് വന്ന ഒരു എൻജിനാണ്. ഒരു 2 ലിറ്റർ ടെർബോ എൻജിൻ, 2 ലിറ്റർ പെട്രോൾ ടെർബോ എൻജിൻ. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു 3600 cc V6 പെട്രോൾ ആയിരുന്നു. പിന്നെ അതിന് പുറമെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് അവരൊരു ഡീസൽ എൻജിൻ കൂടി ഇറക്കിയായിരുന്നു. പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല. ഒരുപാട് കാലം ആ എൻജിന് ലൈഫ് ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഇൻ സെൻസ് എൻജിൻ ലൈഫല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ എൻജിൻ ഒരുപാട് കാലം അവർ കൊണ്ടു നടന്നില്ല. അവരത് പെട്ടെന്ന് തന്നെ നിർത്തി. 2016 ഇറങ്ങി ഒരു കുറച്ച് കാലം ആദ്യത്തെ കുറച്ച് വണ്ടികൾ മാത്രമേ അത് ഇന്ത്യയിൽ വിറ്റിട്ടുള്ളൂ. വളരെ കുറച്ച് വണ്ടികൾ, കേരളത്തിൽ 1-2 വണ്ടികൾ എങ്ങാണ്ട് ഡീസൽ റാംഗ്ലർ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം പെട്രോൾ തന്നെയാണ്. നമ്മൾ പണ്ട് നമ്മുടെ ബൂസ്റ്റഡ് ചാനലിൻ്റെ ഫസ്റ്റ് റിവ്യൂ വീഡിയോ റാംഗ്ലർ ആയിരുന്നു. അത് ഈ പറഞ്ഞ ആദ്യത്തെ സീരീസ് വണ്ടിയാണ്. അത്രയും മോഡ്സ് ഒന്നും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല. ആ വണ്ടി കേപ്പബിൾ ആക്കാൻ നമ്മൾ ഒരുപാട് മോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പക്ഷേ അത്ര തന്നെ മോഡ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട പേർപ്പസ്ഫുൾ ആയിട്ടുള്ള, അതായത് ഓഫ് റോഡ് കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ട കുറച്ച് 1-2 മോഡിഫിക്കേഷൻ മാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ജീപ്പൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ, അതായത് ഇതിനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് മറ്റ് സാധനങ്ങളെല്ലാം അതിനകത്ത് വയ്ക്കുന്നത്, നമ്മുടെ കോമ്പറ്റീഷൻ ജീപ്പിലൊക്കെ വയ്ക്കുന്നത്. ഇത് സ്റ്റോക്ക് വണ്ടിയിൽ തന്നെ, അതായത് കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന കോലത്തിൽ തന്നെ ഇത്രയും ഓഫ് റോഡ് കേപ്പബിളായ മറ്റൊരു 4x4 ഇന്ത്യയിലുണ്ടാവില്ല. ഇന്ത്യയിലെന്നല്ല, വേൾഡിലുണ്ടാവില്ല. അതുതന്നെയാണ് ഈ ജീപ്പ് റൂബിക്കോൺ എന്ന് പറഞ്ഞ ഈ മോഡലിനെ എപ്പോഴും മുന്നിൽ നിർത്തുന്നത്. അപ്പം റാംഗ്ലർ റൂബിക്കോണിൻ്റെ ഒരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറിയ കാര്യം. നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പാർട്ടിലേക്ക് പോവാം. നമുക്ക് ഒരുപാട് പേര് റാംഗ്ലറിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. മലയാളം റിവ്യൂ തന്നെ നമ്മുടെ ഹനിക്കാടെയും BNNൻ്റെ ഒക്കെ ഇഷ്ടം പോലെ കാണാം. അപ്പം അതൊന്നും ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതായത് കോസ്മെറ്റിക് പാർട്ടിലൊന്നും. എക്സ്റ്റീരിയർ നമ്മൾ 3 പാർട്ടായിട്ടാണ് സാധാരണ പറയാറ്. എന്താണ് പറയുക, ലുക്സ്, അതായത് എക്സ്റ്റീരിയർ, പിന്നെ പെർഫോമൻസ് പാർട്ട്, പിന്നെ ഉള്ളത് സസ്പെൻഷൻ. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഇതിനെ പറയാറ്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ലുക്സിനെ കുറിച്ച് പറയാം. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഐക്കോണിക്, ദ പ്രോപ്പർ ജീപ്പ് ലുക്കുള്ള സാധനം തന്നെയാണ്. ഇത് ഇനി വേറെ പറയാനൊന്നുമില്ല. ഇതാണ് ജീപ്പിൻ്റെ 5 ഡോർ വേരിയൻറ്റ്. ഇൻ്റർനാഷണലി ഒരു 3 ഡോർ വേരിയൻറ്റും കൂടിയുണ്ട്. ഇന്ത്യയിൽ 5 ഡോർ വേരിയൻറ്റ് മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ 3 ഡോർ വന്നിട്ടില്ല. പിന്നെ ജീപ്പിൻ്റെ മറ്റ് വേരിയൻസ് ആണ് വന്നത്. ജീപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മറ്റ് വേരിയൻറ്റുകളാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഈ ജീപ്പ് റാംഗ്ലറിൽ തന്നെ 2 വേരിയൻറ്റ് ഇന്ത്യയിലുണ്ട്. റാംഗ്ലർ റൂബിക്കോണും റാംഗ്ലർ അൺലിമിറ്റഡും. അതായത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് അൺലിമിറ്റഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൺലിമിറ്റഡിൻ്റെ സഹാര എന്ന് പറഞ്ഞ എഡിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ റാംഗ്ലർ റൂബിക്കോണും റാംഗ്ലർ അൺലിമിറ്റഡും അവൈലബിൾ ആണ്. അതിൽ റൂബിക്കോൺ ആണ് മോർ ഓഫ് ദ ഓഫ് റോഡ് സ്പെസിഫിക് തിങ്. അൺലിമിറ്റഡിൽ കുറേ ഫീച്ചേഴ്സ് കുറവാണ്. പക്ഷേ അതിനനുസരിച്ച് ഇൻറ്റീരിയറിലൊക്കെ കുറച്ച് കംഫർട്ട് കൂടുതലും വെച്ചിട്ടുണ്ട് അവർ, കുറച്ച് ചെറിയ കാര്യങ്ങളിൽ. അതിൽ എക്സ്റ്റീരിയർ പറയുമ്പോൾ നമുക്ക് കണ്ടാൽ ഡിഫറൻസ് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കേട്ടോ. ഈ വണ്ടി വെച്ച് കമ്പയർ ചെയ്യേണ്ട. ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൽ 17 ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ടയേഴ്സ് 80 ടയേഴ്സ്, റെഗുലർ 80 ടയേഴ്സാണ്. പക്ഷേ ഈ വണ്ടിക്കകത്ത് സ്റ്റോക്കിൽ വരുന്നത്, ഇതിൻ്റെ സ്റ്റോക്ക് വീൽ തന്നെയാണ്. ഈ സ്റ്റോക്ക് വീലിനകത്ത് വരുന്നത് BF ഗുഡ്രിച്ചിൻ്റെ
മഡ്-ടെറൈൻ ടയേഴ്സാണ്. അതായത് റുബിക്കോൺ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ മഡ്-ടെറൈൻ ടയേഴ്സ്. എക്സ്റ്റീരിയർലി നമുക്ക് കണ്ടാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം തന്നെയാണ് ഈ പറഞ്ഞ എന്താ പറയുക ടയേഴ്സ്, മഡ്-ടെറൈൻ ടയേഴ്സ്. വണ്ടി സ്റ്റോക്കിൽ ഫാക്ടറിയിൽ കണ്ട അല്ലെങ്കിൽ ഷോറൂമിൽ കണ്ടു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ റുബിക്കോൺ എന്നുള്ള ബാഡ്ജ് അതിലുണ്ടാവില്ല. പിന്നെ വണ്ടി അൺലിമിറ്റഡ് കുറച്ചും കൂടി ലോ ആണ്. ഈ വണ്ടി സ്റ്റോക്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 1.5 ഇഞ്ച് അതിനേക്കാളും അൺലിമിറ്റഡിനേക്കാളും പൊങ്ങിയാണ് വരുന്നത്. സസ്പെൻഷൻ ട്രാവലൊക്കെ കുറച്ച് കൂടിയ വേരിയൻ്റാണ് റുബിക്കോൺ. അപ്പോൾ എക്സ്റ്റീരിയർ കാര്യങ്ങൾ പറയാം. ജീപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ട്, 4 ഡോറ് വേരിയൻറ്റ്. ഡോറിൻ്റെയൊക്കെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഊരി വയ്ക്കാൻ പറ്റുന്ന ഡോറുകൾ, ഊരി വയ്ക്കാൻ പറ്റുന്ന ടോപ്പ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു വണ്ടിയാണ്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കൊന്നും നമ്മളിനി പോണില്ല. പിന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഒരു വേരിയൻ്റ് ഇറങ്ങിയിരുന്നു. അതിൻ്റെ ലോഞ്ച് വീഡിയോ ഒക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വേരിയൻ്റ് അല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വേരിയൻ്റാണ്. എനിക്ക് എന്തായാലും ആ വേരിയൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഉള്ളിലെ ഫീച്ചേഴ്സ്, ക്രീച്ചർ കംഫർട്ട്സ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം കുറേ കൂടിയിട്ടുണ്ട്. അതായത് സീറ്റെല്ലാം ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ സീറ്റ്സ് എല്ലാം മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷേ എല്ലാം ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഫ്രണ്ടിൽ ഐക്കോണിക് 7 സ്ലോട്ട് ഗ്രിൽ. ഇത് നമ്മുടെ മഹീന്ദ്രയിൽ കൊണ്ടുവരാൻ നോക്കി. മഹീന്ദ്രയ്ക്കെതിരെ ജീപ്പ് കേസിന് പോയി. അങ്ങനെ അവർക്കത് മാറ്റേണ്ടി വന്നു. ഈ ഗ്രില്ല് തന്നെയാണ് എല്ലാവരുടെയും ഫേവറേറ്റ്. മഹീന്ദ്രയ്ക്ക് ആഫ്റ്റർ മാർക്കറ്റ്, താറിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഒരുപാട് പേര് ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഗ്രില്ല് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് നമ്മൾ കിങ് കോങ്ങോ എങ്ങാണ്ട് പറഞ്ഞൊരു സീരീസ് നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടി, കാറിന് വേണ്ടി ഒരു അപ്ഗ്രേഡഡ് വേർഷൻ പറയാറുണ്ട്. പക്ഷേ റാംഗ്ലറിൽ സ്റ്റോക്ക് വരുന്ന ലൈറ്റ്സാണ് ഇത്. ഇത് അത്യാവശ്യം നല്ല ത്രോ ഉള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. ഡിമ്മായാലും ലോ ബീമായാലും ഹൈ ബീമായാലും നല്ല ലൈറ്റ് ത്രോ ഉള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. ഈ വണ്ടിയിൽ വേറെ ഒരു തരത്തിലുള്ള ലൈറ്റ് അപ്ഗ്രേഡും ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി വണ്ടി ഓടിക്കുകയുണ്ടായി. അതായത് ഒരു ലൈറ്റ് അപ്ഗ്രേഡിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. പക്ഷേ നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഹൈവേയിലൊക്കെ എപ്പോഴും നമുക്ക് ഹൈ സ്പീഡ് ഡ്രൈവിങ്ങിന് എപ്പോഴും നല്ലത് എക്സ്ട്രാ ഓക്സിലറി ലൈറ്റ്സ് വയ്ക്കുന്നതാണ്. ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ റൂൾ. ബട്ട് സ്റ്റിൽ നമ്മുടെ സേഫ്റ്റിക്കും എതിരെ വരുന്ന ആൾക്കാരുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും, നല്ല പ്രോപ്പർ ബ്രാൻഡഡ് നല്ല ബ്രാൻഡുകൾ വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന ഒരാൾക്കും ശല്യം വരാൻ തോന്നുന്നില്ല. പിന്നെ ലൈറ്റ് വെക്കാനും ഒരു രീതിയുണ്ട്. നമ്മൾ പല ആൾക്കാരുടെ അടുത്തുനിന്നും കണ്ടുപഠിച്ചതായാലും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പഠിച്ചതായാലും എപ്പോഴും ലൈറ്റുകൾ വെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം ലൈറ്റപ്പ് ചെയ്യുക. അനാവശ്യമായിട്ട് എതിരെ വരുന്ന ട്രാഫിക്കിന് ലൈറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ലൈറ്റ്സ് വെക്കാൻ. പിന്നെ ഓഫ് റോഡ് ലൈറ്റ്സ് ഒരിക്കലും, അതായത് ഓഫ് റോഡിങ്ങിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്സ് ഒരിക്കലും റോട്ടിൽ ഉപയോഗിക്കാതിരിക്കുക. ഇതൊന്നും റാംഗ്ലറിൻ്റെ റിവ്യൂവിൽ പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന അപ്ഗ്രേഡുകളായതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഒരാളെയും ശല്യം ചെയ്യാൻ വേണ്ടി റോട്ടിൽ ലൈറ്റ്സ് വെച്ച് പോകാറില്ല. സോ അങ്ങനെ ഒരു ചിലപ്പോൾ ലൈറ്റ് ഹൈവേ ഡ്രൈവിങ്ങിന് ആവശ്യം വന്നേക്കാം. ഈ വണ്ടിയിൽ അതൊന്നും ചെയ്തിട്ടില്ല. ആൾ അത്യാവശ്യം ഹൈവേ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ പുള്ളി എന്താ പറയുക, വെറുതെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അനാവശ്യമായിട്ട് അട്രാക്ട് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് പുള്ളി അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം വിട്ടുപോയിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ജീപ്പ് റാംഗ്ലർ JK എന്ന് പറഞ്ഞ വേർഷനാണ്. ഇവർക്കൊക്കെ ഒരു കോഡ് നെയിം ഉണ്ട്. അപ്പോൾ JK എന്ന് പറഞ്ഞ വേർഷനാണ് നമ്മുടെ പ്രേമലൂല് പറയുന്ന ജസ്റ്റ് കിഡിങ് അല്ല കേട്ടോ. JK എന്ന് പറഞ്ഞ ഒരു വേർഷനാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം JL എന്ന് പറഞ്ഞൊരു അപ്ഗ്രേഡ് വന്നു. JK കഴിഞ്ഞിട്ട് JL ആണ് ഈ പറഞ്ഞ വേരിയൻറ്റ്. ഇതെനിക്ക് തോന്നുന്നത് റാംഗ്ലറിൽ തന്നെ ഒരു 4 or 5 അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതിൽ 5ാമത്തെ സീരീസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്താ പറയുക, JKയുടെ മുമ്പ് വേറൊരു 3-4 വേരിയൻ്റ് ഉണ്ട്. അതായത് സോളിഡ് ആക്സിലിൽ ലീ സ്പ്രിങ് വന്ന ഒരു വേരിയൻറ്റ്, അത് കഴിഞ്ഞിട്ട് സോളിഡ് ആക്സിലിൻ്റെ മുകളിൽ കോയിൽ സ്പ്രിങ് വന്ന വേരിയൻറ്റ്, പിന്നെ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ വന്നപ്പോഴാണ്, അതായത് ഡിറ്റാച്ചബിൾ സ്വേ ബാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നപ്പോഴാണ് JK എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയത്. അത് കഴിഞ്ഞ് ഏറ്റവും അപ്ഗ്രേഡഡ് സാധനമാണ് JL. ഈ JLനെ നമ്മൾ JK എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി സംഭവമാണ്, അതായത് കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ഈ ലൈറ്റ്സ്. JKനകത്ത് ഈ ലൈറ്റ് ഇല്ല. ഫെൻഡറിനകത്തുള്ള ഈ പറഞ്ഞ DRL ലൈറ്റ്സ് JKയിലില്ല. ഇതാണ് ഓഫ് റോഡിങ്ങിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു മെറ്റൽ ബമ്പറാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ റെഗുലേഷൻസ് പാസഞ്ചർ സേഫ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും റോഡ് ലീഗലാക്കാൻ വേണ്ടി ഈ വണ്ടിയിലും ഇൻ്റർനാഷണലിയും അവർ ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്. മെറ്റൽ അല്ല, ഫൈബർ ബമ്പറാണ്. ഫ്രണ്ടിൽ സെൻസേഴ്സൊക്കെ വെച്ചിട്ട്, പ്രോക്സിമിറ്റി സെൻസേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈബർ ബമ്പറാണ് ജീപ്പ് എന്ന് പറഞ്ഞ ജീപ്പ് റാംഗ്ലർ JL റുബിക്കോൺ എന്ന് പറഞ്ഞ ഈ വണ്ടിയിൽ ഇന്ത്യയിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതിനകത്ത് 2 ഫോഗ് ലാംപ്സും ആസ് യൂഷ്വൽ 2 ഫോഗ് ലാംപ്സും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ബീഫി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും മെച്ചോ ആയിട്ടുള്ള ഒരു ബോണറ്റ്
വേറെ വണ്ടികളിലൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ താറിനൊക്കെ പണ്ട് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ പഴയ താറ്, എൻ്റെ അടുത്ത് പഴയ താറുണ്ടായിരുന്നു, കസ്റ്റമൈസ് ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ഷനൊക്കെ വെച്ച് ഈ ക്യാരക്ടർ ലൈൻസൊക്കെ കൊണ്ടുവരാൻ. പക്ഷേ അത് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ കൊല്ലന്മാർ ചെയ്തെടുക്കുമ്പോൾ കുറേ കാശാവും. പിന്നെ മാത്രമല്ല ആ ബോണറ്റിൻ്റെ സ്ട്രെങ്ത്തും പോകും. ഇത് ഒരു മെറ്റൽ ബോണറ്റ് തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ 2 എയർ വെൻസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പം ഈ പറഞ്ഞ ക്യാരക്ടർ ലൈൻസ് തന്നെയാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ റൂബിക്കോണിലായാലും അൺലിമിറ്റഡിലായാലും ബോണറ്റ് സെയിം തന്നെയാണ്. പിന്നെ ഇതല്ലാതെ 392 എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു V8 വേരിയൻ്റ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല, പുറത്തേ ഉള്ളൂ. അതിൻ്റെ ബോണറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇതല്ലാതെ കാണാം. നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, സൈഡ് പ്രൊഫൈൽ വരികയാണെങ്കിൽ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ വണ്ടികളിൽ താറ് ഈ വണ്ടീനെ ഫുള്ളി കോപ്പീഡ് വണ്ടിയാണ് താറ്. പക്ഷേ അപ്പോഴും താറ് ഇതിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താറിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഈ വണ്ടിയോട് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് അല്ല. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം ഞാനായാലും ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത്, അതായത് താർ ഇറങ്ങിയ സമയത്ത് ഇതുമായിട്ട് തന്നെയാണ് താറിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് അവർ ഇതിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതെന്ന് ഒരുപാട്, അതായത് കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇൻറ്റീരിയറിലുള്ളത് റോൾ കേജ് ഒന്നും ആയിട്ടില്ല, പക്ഷേ റോൾ ഓവർ ബാർ പ്രോപ്പറായിട്ട് താറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫുള്ളി ഇൻസ്പയർഡ് ഫ്രം റാംഗ്ലറാണ്. റാംഗ്ലറിൻ്റെ ഈ 5 ഡോർ വേരിയൻറ്റിൽ ഇവിടെയും ഒരു പൈപ്പിംഗ് കാണാം, അതുപോലെ ഏറ്റവും ബാക്കിലേക്കും. ഇതൊക്കെ പ്രോപ്പർ ഒരു റോൾ ഓവർ ബാറായിട്ട് ഇൻറ്റീരിയറിൽ ഒരു റോൾ ഓവർ ബാർ കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ ഒരുപാട് വേരിയൻസ് ഒന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പം താറ് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഞാൻ ഇൻറ്റീരിയറിൽ പറയുമ്പോഴല്ല, എക്സ്റ്റീരിയറിൽ പറയുമ്പോൾ എന്താ പറയാൻ വെച്ചാൽ ഈ സൈസ്, ഈ ഓൾമോസ്റ്റ് ഒരു ബോക്സി ആയിട്ടുള്ള മിറർ, ഇത് താറൊക്കെ ഫുള്ളി ഇതിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. കാരണം ഇത്രയും ബീഫി മിറേഴ്സ് ഈ വണ്ടിക്ക് വേണം. മാത്രമല്ല ഈ വ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഇത് വെറുതെ ഒരു നോർമൽ മിറർ അല്ല, ഫുള്ളി അഡ്ജസ്റ്റബിൾ, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിറർ. അതിന് മാത്രമല്ല ഹീറ്റഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ മാത്രമായിട്ട് ഒരു എക്സ്ട്രാ ഒരു പീസൊക്കെ ഉണ്ട്. അതൊക്കെ താറ് അടുത്ത അപ്ഗ്രേഡിൽ കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് 5 ഡോർ വരുമ്പോൾ ചിലപ്പോൾ താറിൽ ഇതൊക്കെ ഉണ്ടാവാം. 2024 ജൂണായി, 2 മാസം കൂടി കഴിഞ്ഞാൽ മിക്കവാറും താറ് 5 ഡോർ ഇറങ്ങും. മിക്കവാറും ഇതിൻ്റെ ഒരു റെപ്ലിക്ക തന്നെ ആയിരിക്കും നമ്മൾ കാണുക. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങളിൽ ഡിസൈൻ കൺസെപ്റ്റ് ഇത് കോപ്പി അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ കേസിന് പോയത് കൊണ്ട് മിക്കവാറും കുറേ കാര്യങ്ങൾ, അതായത് റൂഫ് ലൈനും കാര്യങ്ങളൊക്കെ മാറ്റണ്ടാവാം. പിന്നെ ഉള്ള ഡിഫറൻസ് ഡിറ്റാച്ചബിൾ ആയിരിക്കില്ല, മെറ്റൽ ആയിരിക്കും ഹാർഡ് ടോപ്പ് എന്നൊക്കെയുള്ളതൊക്കെയാണ് ഞാൻ കേട്ടറിഞ്ഞതൊക്കെ വെച്ച് പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് റൂബിക്കോണിനെ കുറിച്ച് പറയാം. ഡോർ ഞാൻ പറഞ്ഞിരുന്നു, ഈ 4 ഡോറും ഡിറ്റാച്ചബിൾ ആണ്. നമുക്ക് ഉള്ളിൽ കണക്ഷൻസ് ഊരി കഴിഞ്ഞാൽ ഡോർസ് ഊരി വയ്ക്കാം. അതായത് ഒരു നേക്കഡ് വണ്ടിയായിട്ട് നമുക്കിതിനെ ഒരു ബിക്കിനി മോഡൽ വണ്ടിയായിട്ട് ഇതിനെ കൊണ്ടു കിടക്കാം. ഇതെല്ലാം ഊരി ഹാർഡ് ടോപ്പിലായാലും ഈ ഫൈബർ ഹാർഡ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം, ഈ 2 പീസ് മാത്രം, ഇത് തന്നെ 2 പീസായിട്ടാണ്. അതായത് ഫ്രണ്ട് ഡോറിൻ്റെ നേരെ മുകളിൽ A പില്ലർ മുതൽ B പില്ലർ വരെയുള്ള ഈ ഒരു പോർഷൻ മാത്രം ഒരു സെപ്പറേറ്റ് പീസാണ്. ഒന്നല്ല 2 പീസ്, റൈറ്റും ലെഫ്റ്റും. അപ്പോൾ ഈ 2 പീസുകളെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരാം. പിന്നെ ഉള്ളത് ബാക്കിലെ ഫെൻഡേഴ്സ് വരുമ്പോൾ നമ്മൾ അപ്പോൾ താറുമായിട്ട് പിന്നെയും കമ്പയർ ചെയ്യേണ്ടി വരില്ല. താറ് ഇതിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. താറ് 2 ഡോറിൻ്റെ ബാക്കിലെ ഫെൻഡേഴ്സ് റൗണ്ടഡ് ആണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഡിസൈൻ. ഈ ഡിസൈൻ വന്നിരുന്നെങ്കിൽ താറ് കുറച്ചുകൂടി ഭംഗിയാണ്. ഇവർക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 5 ഡോറിൽ അവരിത് ചെയ്യുമായിരിക്കും. എന്തൊക്കെയായാലും ഇതിൻ്റെ അത്രയൊന്നും ലുക്കൊന്നും താറിന് അവരിതുവരെ വരുത്തിയിട്ടില്ല. എപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഇത് നേരത്തെ കണ്ടുകൊണ്ടാവാം, ഇത് തന്നെയാണ് ഒരു ഐക്കോൺ. ഈ 35 ഇഞ്ച് ടയർ കയറ്റി വെച്ചിട്ടും ഈ സ്റ്റെപ്നി ബ്രാക്കറ്റ് വേറെ ഒരു ശല്യം, അതായത് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒന്നും അതിനകത്ത് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഫീച്ചർ വണ്ടി ചെരിഞ്ഞാൽ നിൽക്കുന്നതാണ്, ഇത്രയും ടൈറ്റായി നിൽക്കുന്നത്. ഈ ഫീച്ചർ ഇതിൽ നിന്ന് ഇൻസ്പയർഡാണ്. പിന്നെ ഇതിൽ വരുമ്പോൾ ഒരു പ്രത്യേകതയും കൂടിയുള്ളത്, ഡിസൈൻഡ് ഇൻ ദ US ആൻഡ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ഈ വേരിയൻ്റ് വന്നിട്ട് തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി റാംഗ്ലർ. അതായത് ഏഷ്യൻ മാർക്കറ്റിൽ മുഴുവൻ അവർ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റവും പ്രൈസിങ്ങിൽ വന്നു. ഇപ്പം പഴയ റാംഗ്ലർ, അതായത് ഫീച്ചേഴ്സ് ഒരുപാടൊന്നും ഇല്ലാത്ത റാംഗ്ലർ അൺലിമിറ്റഡ് വെച്ചിട്ട് ഈ റൂബിക്കോൺ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും 11 ലക്ഷം രൂപ എക്സ്-ഷോറൂം പ്രൈസിൽ കുറയ്ക്കാൻ പറ്റി ഇന്ത്യൻ മാനുഫാക്ചർഡ് ആയപ്പോൾ. പണ്ട് 90 ലക്ഷം രൂപയുടെ മുകളിലുണ്ടായിരുന്ന വണ്ടി ഇപ്പോൾ 70-80 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ഇതിൻ്റെ
പെർഫോമൻസ് പാർട്ടിന് മുമ്പ് സസ്പെൻഷൻ പറയാം. പെർഫോമൻസ് ഒരുപാടൊന്നും പറയാനില്ല, നമുക്ക് സസ്പെൻഷൻ പറയാം. സസ്പെൻഷനിൽ എല്ലാവരും പറയും ബോഡി ലാഡർ ഓൺ ഫ്രെയിം സെറ്റപ്പ് എന്നൊക്കെ പറയുമല്ലേ, അത് തന്നെയാണ്. പ്രോപ്പറായിട്ട് ഒരു ഷാസി ഉണ്ട്, ആ ഷാസിയുടെ മുകളിലാണ് ഇതിൻ്റെ ബോഡി ഇരിക്കുന്നത്. സോറി, ലാഡർ ഓൺ ഫ്രെയിം അല്ല, ലാഡർ ഫ്രെയിം സസ്പെൻഷൻ, ലാഡർ ഫ്രെയിം ഷാസി എന്ന് പറയും. ഡിഫറൻഷ്യൽസ് എല്ലാം സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഫോർ ലിങ്ക് അല്ല, ശരിക്കും പ്രോപ്പർലി 3 ലിങ്ക് ആണ്. അതിന് പുറമെ വേറെയും കുറച്ച് ലിങ്കുകളും കൂടി ഉണ്ട്. സ്റ്റെബിലൈസർ ബാർ, സ്വേ ബാർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പം അതൊക്കെ കൂടി വെച്ചിട്ട് ഉള്ളൊരു വണ്ടിയാണ്. അതായത് സസ്പെൻഷൻ പാർട്ടിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സെറ്റപ്പാണ് ഇവരുടെ കയ്യിലുള്ളത്. സോളിഡ് ആക്സിൽ വണ്ടികളിൽ ഇത്രയും വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു, ഇത്രയും വൃത്തിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റേബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വേറൊരു വണ്ടി ഉണ്ടായിരിക്കില്ല. നമ്മുടെ നാട്ടിൽ സോളിഡ് ആക്സിലായിട്ട് വരുന്ന ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു വണ്ടി മാരുതി സുസുക്കി ജിംനി 3 ലിങ്ക് സസ്പെൻഷനാണ്. അപ്പം അത് സ്വേ ബാറൊക്കെ വെച്ചിട്ട് തന്നെയാണ് അതിനെയും റോട്ടിൽ പിടിച്ച് നിർത്തുന്നത്. ഓഫ് റോഡ് കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കോയിൽ സ്പ്രിങ്ങിൽ 3 ലിങ്ക് ആക്കിയിട്ട് അവർ ഇത് ഇറക്കിയിട്ടുള്ളത്. ഏറ്റവും സിംപ്ലസ്റ്റ് സെറ്റപ്പ്. പക്ഷേ അതിന് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. കാരണം ലിങ്കുകളുടെ എണ്ണം കുറയും തോറും ഷാസിയിൽ നിന്ന് ഡിഫറൻഷ്യലിലേക്കുള്ള പിടുത്തം കുറവാണ്. അപ്പം എന്താ പറയുക, ഹൈ സ്പീഡിൽ കോർണറിങ് ഒക്കെ പോകുമ്പോൾ വണ്ടി സൈഡിലേക്ക് ബോഡി റോൾ ചെയ്യാൻ ഭയങ്കര ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടി അത്യാവശ്യം ഹൈ സ്പീഡ് പെർഫോമൻസും കൂടി ഓറിയൻറ്റഡ് ആയിട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് ഓഫ് റോഡിങ്ങിൽ അവർ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വേ ബാർ ഡിസ്കണക്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, എന്താ പറയുക, ആർട്ടിക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിൽ ഒരു വണ്ടി ഇത്രയും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ഈ കയറ്റി നിർത്തിയിരിക്കുന്നത് അത്യാവശ്യം ഒരു 3 അടി ഹൈറ്റുള്ള, റൈറ്റ് സൈഡിൽ 3 അടി ഹൈറ്റുള്ള ഒരു തിട്ടയുടെ മുകളിലാണ്. ആ തിട്ടയുടെ മുകളിൽ നിന്ന് ഇപ്പോഴും വീല് നിലത്ത് കോൺടാക്റ്റ് ഉണ്ട്. റിയർ വീലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോഴും 4 വീലും നിലത്ത് കോൺടാക്റ്റ് ആയിട്ടാണ് ഈ വണ്ടി നിൽക്കുന്നത്. അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓഫ് റോഡ് മോഡിലേക്ക് ഇട്ടു, എന്നിട്ട് സ്വേ ബാർ ഡിസ്കണക്ട് ചെയ്തു. 4x4 ലോയിൽ ഇട്ടാലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. സ്വേ ബാർ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ കയറ്റി വെച്ചത്. അപ്പോൾ സ്വേ ബാർ ഡിസ്കണക്ട് പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ വണ്ടിയിൽ. അത് ചെക്ക് ചെയ്യാൻ എന്നോട് വണ്ടിയുടെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ചിട്ടാണ് ഞാനത് ചെക്ക് ചെയ്തതും അങ്ങനെ കയറ്റി നിർത്തിയതും. ഫ്രണ്ട് സസ്പെൻഷൻ പാർട്ടിൽ പറയുമ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങും പറയണം. നമ്മൾ മഹീന്ദ്ര ജീപ്പുകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എന്താണ് പറയുക, RCBT, ഇപ്പോൾ RCBT എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രോപ്പർ റാക്ക് ആൻഡ് പിനിയൻ അല്ല, അതല്ലാത്തുള്ള സെറ്റപ്പ്, വുമൻ ബോൾ സെറ്റപ്പാണ്. ആ സ്റ്റിയറിംഗ് ബോക്സാണ് ഇതിനകത്തിരിക്കുന്നത്. പക്ഷേ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നോർമലി ആ സ്റ്റിയറിംഗ് ഒരു ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് പോലെ വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിക് അസിസ്റ്റും കൂടി സ്റ്റിയറിങ്ങിനുണ്ട്. അപ്പോൾ അത് കാരണം ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് അലോങ് വിത്ത് ഇലക്ട്രോണിക് അസിസ്റ്റ്, അത് കാരണം ഒരു വളരെ ലൈറ്റാണ് ഓടിക്കാൻ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ്. ഒരു കാർ ഓടിക്കുന്ന ഫീലേ ഉള്ളൂ. നമ്മുടെ ജിംനി സ്റ്റിയറിങ്ങിന് പോലും, ജിംനി അത്രയും ലൈറ്റ് വെയിറ്റ് കുഞ്ഞു വണ്ടിയായിട്ട് പോലും ഇത്രയും സ്മൂത്ത് ആക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത്ര അഡ്വാൻസ്ഡ് ആണ് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് വെച്ചാൽ, സ്റ്റോക്കല്ല ഈ വണ്ടി. 35 ഇഞ്ച് 35/12.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സൈസായിട്ടായിരുന്നു. ആ സൈസ്, അതായത് റോഡുമായിട്ടുള്ള കോൺടാക്റ്റ് കൂടുന്തോറും സ്റ്റിയറിങ്ങിലേക്കുള്ള ലോഡ് കൂടാം. അപ്പോൾ ഞാൻ ജിംനിയിൽ വളരെ ചെറിയൊരു അപ്ഗ്രേഡ്, എന്താണ് പറയുക, 195 എന്നുള്ള സൈസിനെ ഞാൻ 235 ആക്കി. ചെറുതല്ല, ജിംനിയിൽ പറ്റുന്ന ഒരു കുഞ്ഞ് അപ്ഗ്രേഡ്, സ്റ്റോക്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. ആ അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റിയറിംഗ് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനേക്കാളും എന്താ പറയുക, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് സെറ്റപ്പാണ് ഈ വണ്ടിക്ക്. പറയാനുള്ളത് ഇതും പിന്നെ ബ്രേക്സാണ്. 4 വീലും ഡിസ്ക് സൈസൊന്നും ഞാൻ നോക്കി വെച്ചിട്ടില്ല. അതെന്താണ് പറയുക, ഡിസ്ക് ബ്രേക്സാണ്. ഡിസ്ക് ബ്രേക്സിൽ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും, എല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ നമ്മുടെ താറും ജിംനിയൊന്നും പോലെ BLD, ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ എന്നുള്ള സെറ്റപ്പ് അല്ല. റാംഗ്ലർ റൂബിക്കോൺ വരുമ്പോൾ പ്രോപ്പർ ഡിഫറൻഷ്യൽ ലോക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഇലക്ട്രോണിക്കലി സ്വിച്ചബിൾ ലോക്കേഴ്സ്. അത് ഇതിൻ്റെ സ്വിച്ച് ഇൻറ്റീരിയറിലുണ്ട്, നമ്മൾ കാണിക്കാം. അതെങ്ങനെ സ്വിച്ച് വരുന്നതെന്ന് വെച്ചാൽ, താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ ലോക്കർ എൻഗേജ് ആവും. അപ്പം ശരിക്കും ഒരു ചെറിയ എന്താണ് പറയുക, ടെറൈനൊക്കെ ആണെങ്കിൽ, വളരെ ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റിയർ ലോക്കറിൽ തന്നെ കയറി പോരാം. പക്ഷേ ഒബ്സ്റ്റക്കിൾസിൻ്റെ കട്ടി കൂടുന്തോറും, അല്ലെങ്കിൽ കയറ്റമൊക്കെ കയറേണ്ടി വരുമൊക്കെ ആണെങ്കിൽ, കയറ്റങ്ങളിലാണ് നമ്മൾ കാര്യമായിട്ട് ഫ്രണ്ട് ലോക്കേഴ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ തീരെ ട്രാക്ഷൻ ഇല്ലാത്ത ഭാഗങ്ങളിൽ. അപ്പം ഫ്രണ്ട് ലോക്കേഴ്സ് വളരെ എന്താ പറയുക, ജുഡീഷ്യലായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം എല്ലാ റാംഗ്ലർ ഓണേഴ്സിനെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഈ സാധനം വെറുതെ അങ്ങ് കൊണ്ടുപോയിടരുത്, ഒരുപാട് കമ്പണൻസിന് നാശം വരുത്താം. അപ്പം യൂസ് ഇറ്റ് വൈസ്ലി, അത് പഠിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് ലോക്കേഴ്സും കൂടി എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് ലോക്കർ മാത്രമായിട്ട് ഈ വണ്ടി എൻഗേജ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു ബ്രാൻഡും അങ്ങനെ സമ്മതിക്കില്ല. അവർ ചെയ്യാൻ പറയണത് ഫ്രണ്ടും റിയറും ഒരുമിച്ചാണ്. അപ്പോൾ ആ സ്വിച്ച് മുകളിലേക്ക് ഒന്ന് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ റിയർ ലോക്കർ അലോങ് വിത്ത് ഫ്രണ്ട് ലോക്കേഴ്സ് എൻഗേജ് ആവും. അങ്ങനെയാണ്
ഡിഫറൻഷ്യൽ ലോക്കേഴ്സ് ഉള്ളത്, അതും ഈ പറഞ്ഞ സസ്പെൻഷൻ പാർട്ടിൽ പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യൽ ലോക്കേഴ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ വണ്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ജാപ്പനീസ് വേരിയൻ്റായ ജിംനിയിലുള്ള പോലെയല്ല, അതിലൊക്കെ BLD ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ അത് ഏത് വീലാണോ സ്പിൻ ആവണത് ആ വീലിനെ സെൻസർ വെച്ച് സെൻസ് ചെയ്ത് ബ്രേക്ക് കയറി ലോക്ക് ചെയ്യുകയാണ് ജിംനിയിലൊക്കെ ചെയ്യുന്നത്. ഈ വണ്ടിയിൽ അതിൻ്റെ ആവശ്യമില്ല. ലോക്കേഴ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെൻസറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട. ലോക്കേഴ്സ് ഈ സ്പെസിഫിക് വണ്ടിയിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതായത് സസ്പെൻഷൻ. റാംഗ്ലർ ഇന്ത്യ അല്ലെങ്കിൽ ജീപ്പ് ഇന്ത്യ ആകെ സമ്മതിക്കുന്നത്, ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ പിടിച്ച് ജസ്റ്റേഴ്സ് കാണിക്കുന്നത് ഞാൻ റബ്ബർ എസ്റ്റേറ്റിനകത്ത് വന്നാൽ ചെയ്യണം, കൊതുകുണ്ട് നല്ലോണം. സോ ഫോർഗീവ് മീ ഫോർ ദാറ്റ്. സസ്പെൻഷൻ പാർട്ടിൽ ജീപ്പ് ഇന്ത്യ അവർ എന്താ പറയുക, ഫാക്ടറിയിൽ നിന്ന് സമ്മതിക്കുന്ന, അതല്ലെങ്കിൽ വാറണ്ടി കളയാതെ, വാറണ്ടി ഡിനൈ ചെയ്യാതെ അവർ അപ്ഗ്രേഡ് സമ്മതിക്കുന്നുണ്ട് വണ്ടിക്ക്. അത് മൊപ്പാർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, മൊപ്പാർ എന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ തന്നെ സബ്സിഡറി, അവരുടെ ആക്സസറി ബ്രാൻഡാണ്. അവർ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഇവരുടെ വാറണ്ടി പോകുന്നില്ല, ഈ വണ്ടിയുടെ വാറണ്ടി പോകുന്നില്ല. അപ്പോൾ ഇതിന് ലിഫ്റ്റ് കിറ്റ് ഒട്ടുമിക്ക ആൾക്കാരും കേരളത്തിൽ കണ്ടിട്ടുള്ള റാംഗ്ലറിൽ ഒട്ടുമിക്ക വണ്ടികളിലും കുറേയൊക്കെ ലിഫ്റ്റ് കിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മൊപ്പാറിൻ്റെ ലിഫ്റ്റ് കിറ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓടുന്നത്. ബാക്കിയുള്ള ലിഫ്റ്റ് കിറ്റുകൾ വാറണ്ടി കളയുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്നാലും വേറെ കുറേ ആൾക്കാർ അയൺമാൻ സസ്പെൻഷനൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അയൺമാനിൽ ഇത്രയും കാലം വന്നിരുന്നത് 2 ഇഞ്ച് ലിഫ്റ്റ് കിറ്റാണ്. ഇപ്പോൾ അയൺമാൻ ഇന്ത്യയിൽ റാംഗ്ലർ റുബിക്കോണിൻ്റെ 4 ഇഞ്ച് ലിഫ്റ്റ് കിറ്റ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി അറിയിക്കാനാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പം അതിൽ വേണ്ട കിറ്റ്, ആ ലിഫ്റ്റ് അത്രയും ലിഫ്റ്റ് ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് കിറ്റോട് കൂടിയാണ് ആ സസ്പെൻഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ആൾക്കാർക്ക് റാംഗ്ലറിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് മൊപ്പാർ സപ്ലൈ ചെയ്യുന്ന ഫോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2.5 ഇഞ്ച്, 2 ഉണ്ട് 2.5 ഉണ്ട്. അപ്പോൾ 2.5 ഇഞ്ച് ലിഫ്റ്റ് കിറ്റാണെന്നാണ് വണ്ടിയുടെ ഓണറിനോട് പറഞ്ഞത്. അതാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ ലാബ് 47 കൊച്ചി, അവരാണ് ഈ അപ്ഗ്രേഡും കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നേരെ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്തു, പിന്നെ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്തു. ഈ 2 അപ്ഗ്രേഡ് കൊണ്ട് മാത്രം തന്നെ ഒരുപാട് ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി കൂടിയിട്ടുണ്ട്. ഈ വണ്ടി ഇത്രയും ലിഫ്റ്റഡ് ആണ്, ഇത്രയും പൊങ്ങിയിരിക്കുകയാണെങ്കിലും എങ്ങനെ കോർണർ ചെയ്താലും വണ്ടി കയ്യിൽ നിന്ന് പോകുന്നില്ല. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. വണ്ടി വന്നപ്പോൾ, നമ്മുടെ കയ്യിൽ വണ്ടി വന്നപ്പോൾ ചെറിയൊരു എറർ ഉണ്ടായിരുന്നു. സ്റ്റിയറിങ്ങിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായി. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡെത്ത് വോബിൾ, പ്രോപ്പർ ഡെത്ത് വോബിൾ തന്നെ. എല്ലാ റാംഗ്ലറും അമേരിക്കൻസിൻ്റെ ഏറ്റവും കൂടുതൽ റാംഗ്ലറിനെ കുറിച്ചുള്ള വീഡിയോ ഡെത്ത് വോബിൾ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ്. ആ ഒരു ഇഷ്യൂ ആയിട്ട് വന്ന വണ്ടിയാണിത്. അതിന് നമ്മൾ ഈ മൊപ്പാർ അമേരിക്കൻ കിറ്റ്സ്, ഒട്ടുമിക്ക അമേരിക്കൻ കിറ്റ്സിലും ഇവർ ഒരുപാട് കമ്പണൻസ് തരും. പക്ഷേ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. കിറ്റുണ്ട്, കിറ്റുള്ളപ്പോഴും അവർ ജുഡീഷ്യലായിട്ട് ഈ നക്കിൾ കറക്ഷൻ അല്ലെങ്കിൽ കാസ്റ്റർ കറക്ഷൻ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാതെയാണ് അവർ ആ കിറ്റ് തന്നു വിട്ടുന്നത്. അപ്പം ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഡെത്ത് വോബിൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ടയറിൻ്റെ വെയിറ്റൊക്കെ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഒരു പരിധി വിട്ട് നോർമൽ സ്റ്റോക്ക് ചെറിയ ടയർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വോബിളി ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴും സസ്പെൻഷനിലെ ലിഫ്റ്റ് ചെയ്തപ്പോൾ ഈ നക്കിളിലൊന്ന് കറക്റ്റ് ചെയ്യണമായിരുന്നു. അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡെത്ത് വോബിളിനെ കളയാനുള്ള ഒരു പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. അയൺമാൻ ഇതിനുള്ള സ്റ്റിയറിംഗ് സ്റ്റെബിലൈസർ, സ്റ്റിയറിംഗ് ഡാമ്പേഴ്സ് എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ടായി. ആ ഡാമ്പേഴ്സ് നമ്മൾ നോർമലി റുബിക്കോണിന് വരുന്നത് സ്റ്റിയറിംഗ് ലിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഡിഫറൻഷ്യലിൻ്റെ മുകളിലേക്കാണ് പിടിപ്പിക്കുന്നത്. ഈ വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്റ്റോക്ക് സ്റ്റിയറിംഗ് ഡാമ്പർ ഉണ്ടല്ലോ ഇതിൻ്റെ, അതിനെ നമ്മൾ ഡിഫറൻഷ്യലിൻ്റെ മുകളിലേക്ക് തന്നെ കണക്ട് ചെയ്തു. അത് പ്രോപ്പർ എങ്ങനെയാണോ കമ്പനി ഫിറ്റിംഗ് വന്നത് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തു. ഇതിന് പുറമെ നമ്മളിതിൻ്റെ ഒറിജിനൽ അയൺമാൻ ഡാമ്പേഴ്സ് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ആ ഡാമ്പേഴ്സിനെ നമ്മൾ എടുത്തിട്ട് ഈ സ്റ്റിയറിംഗ് റോഡിൻ്റെ മുകളിലേക്ക് ഒരു പ്രോപ്പർ മൗണ്ടിങ് ഉണ്ടാക്കിയിട്ട്, അനങ്ങാത്ത ഒന്നും പഠിക്കാതെ വെറുതെ ജുഗാത് പരിപാടികൾ ചെയ്യണമല്ല, നമ്മളിതിൻ്റെ മൗണ്ടിങ്ങും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ചെയ്യണത്. ഷാസിയിൽ നിന്ന് പ്രോപ്പർ ഒരു ബോൾട്ടഡ് മൗണ്ടിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ അയൺമാൻ ഡാമ്പേഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇപ്പം ഡെത്ത് വോബിൾ ഒരു 99% ഒഴിവായി. ഞാനിപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ടെറൈനിൽ കൂടി ഓടിച്ചു. മെയിൻ റോഡിൽ പോകുമ്പോൾ തന്നെ അതിന് ഡെത്ത് വോബിൾ ഉണ്ടായിരുന്നു. ടാർമാക്കിൽ പോകുമ്പോൾ തന്നെ അത് റഫ് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് കിട്ടിയിരുന്നത്. അതൊന്നും ഇപ്പോൾ ഇല്ല. എന്തായാലും നമ്മൾ ഈ ഡെത്ത് വോബിളിൻ്റെ കാരണക്കാരനായ സസ്പെൻഷനെയും കൂടി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വർക്കും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വണ്ടി എടുത്തുകൊണ്ട് കൂടി പോകുന്നത്. പക്ഷേ ഡെത്ത് വോബിൾ ഇപ്പോൾ ഇല്ല. ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഉണ്ടാവുന്നതിനെ ഡാമ്പൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വെച്ചിട്ടുള്ള 2 സ്റ്റിയറിംഗ് ഡാമ്പേഴ്സ്. അങ്ങനെ അതൊക്കെയാണ് ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ബീഫി ടയേഴ്സാണ്. സസ്പെൻഷൻ 2.5 ഇഞ്ച് ഫോക്സിൻ്റെ ലിഫ്റ്റ് കിറ്റും വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.
എന്താ പറയുക, ഈ വണ്ടിയുടെ കാര്യത്തിൽ മറ്റ് സസ്പെൻഷൻ പാർട്ടിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമായിരുന്നു അപ്രോച്ച് ആംഗിൾ, ബ്രേക്ക് ഓവർ ആംഗിൾ, ഡിപ്പാച്ചർ ആംഗിൾ എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളിലായാലും ഇത്രയും നീളം കൂടിയ ഒരു 5 ഡോർ വണ്ടിക്കകത്ത് ബ്രേക്ക് ഓവർ ആംഗിൾ ആയാലും അപ്രോച്ച് ആംഗിൾ ആയാലും എല്ലാം ഏറ്റവും കൂടുതലുള്ള, നമ്മുടെ ഇന്ത്യൻ സ്പെസിഫിക് വണ്ടികളെക്കാളും ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ് ഇത് ഞാൻ റെഗുലർലി എൻ്റെ വണ്ടികൾ ടെസ്റ്റ് ചെയ്യുന്ന, ഓഫ് റോഡ് വണ്ടികൾ ടെസ്റ്റ് ചെയ്യുന്ന എൻ്റെ ട്രാക്കാണ്. ഈ ട്രാക്കിൽ ഞാൻ ഈ അടുത്ത് ജിംനി കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ജിംനി ഒട്ടുമിക്ക കാണുന്ന വഴിയിൽ കാണുന്ന എല്ലാ ഓബ്സ്റ്റക്കിൾസും ഒഴിവാക്കിയാണ് ജിംനി എനിക്ക് ഇതിൽ കൂടെ ഓടിക്കാൻ പറ്റിയത്. അല്ലാത്തെങ്കിലൊക്കെ അടി തട്ടുണ്ടായിരുന്നു ജിംനിയുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ താറായാലും, ജിംനി മാത്രമല്ല താറായാലും തട്ടും. ഇതിൽ കുറേ മുറിച്ച് പോയ റബ്ബറിൻ്റെ കുറ്റികളൊക്കെ ഉണ്ട്, അതെല്ലാം അടിയിൽ തട്ടു വരുന്നു. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെയൊക്കെ മുകളിൽ കൂടിയാണ് ഈ വണ്ടി ഓടിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെ ഈ വണ്ടി ഓടിക്കാൻ പറ്റാനുണ്ടായ ഒരു കാര്യം, സ്റ്റോക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഈ വണ്ടിയും പറ്റിക്കൊള്ളണമെന്നില്ല. ഈ വണ്ടിയിൽ ഞാൻ ഈ പറഞ്ഞ ലിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് വരുത്തുന്നത് ഡിഫറൻഷ്യലും ഷാസിയും തമ്മിലാണ്. പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ ബെല്ലി ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 35 ഇഞ്ച് ടയേഴ്സ് വണ്ടീനെ മൊത്തത്തിൽ ഡിഫറൻഷ്യലിനെ തന്നെ നിലത്തുനിന്ന് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഡിഫറൻഷ്യലിലും നല്ല ക്ലിയറൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരടി ഹൈറ്റുള്ള റബ്ബറിൻ്റെ കുറ്റിയൊന്നും തട്ടാതെ തന്നെയാണ് ഈ വണ്ടി കൂളായിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നത്. അവിടെയൊക്കെ ജിംനിയും താറും തട്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ അതായത് സ്റ്റോക്കിൽ കേട്ടോ, ഇത് അപ്ഗ്രേഡഡ് ആയതുകൊണ്ടാണ്. നമ്മളങ്ങനെ ഒരു കമ്പയർ ചെയ്യല്ല, നമുക്ക് പറയാൻ ലേമൻ കമ്പാരിസൺ പറയാനുള്ളത് അതാണ്. പിന്നെ എന്താണ് പറയുക, അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ടയർ വലുതാവും തോറും, ടയറും സസ്പെൻഷനും ലിഫ്റ്റും അപ്ഗ്രേഡും ചെയ്യുന്തോറും അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും കൂടിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് കൂളായിട്ട് തിട്ടകളൊക്കെ കയറ്റി ഇറക്കാൻ പറ്റും, ബമ്പറൊന്നും തട്ടിക്കാതെ. അതുപോലെ തന്നെ ബാക്ക് ഇറങ്ങുമ്പോഴും ബാക്കിൽ ബമ്പറൊന്നും തട്ടാൻ പോകുന്നില്ല. അങ്ങനെ സേഫറായിട്ട് ഓഫ് റോഡ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം പേപ്പർ ഫിഗേഴ്സൊന്നും ഞാനിവിടെ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ റിവ്യൂ വീഡിയോ കണ്ടാൽ മതി. അതിൽ അവർ ഈ പേപ്പർ ഫിഗേഴ്സ് എല്ലാം പറയുന്നുണ്ട് വണ്ടിയെക്കുറിച്ച്. ഇവിടെ താഴെ നിന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ വണ്ടികളെല്ലാം താഴെ തട്ടാറുണ്ട്. ഇതിപ്പോൾ തട്ടാതെ തന്നെ, അതായത് താഴെ ഒറ്റ ടേണിൽ എടുക്കാൻ പറ്റാറില്ല. ഈ വണ്ടി ഒറ്റ ചാൻസിൽ എനിക്ക് എടുത്തിട്ട് പോരാൻ പറ്റി. പിന്നെ ഈ കണ്ട ഓബ്സ്റ്റക്കിൾ, ഈ മുമ്പിൽ കാണുന്ന ഓബ്സ്റ്റക്കിൾ, ഇത് അപ്രോച്ച് ആംഗിൾ ആയാലും ബ്രേക്ക് ഓവർ ആംഗിൾ ആയാലും എല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈപ്പ് ഓബ്സ്റ്റക്കിളാണ്. ഇത് ചെറിയൊരു ഹീപ്പാണ്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി പോകണം. അപ്പം നോർമലി ജിംനിയും താറും ഒക്കെ ഞാൻ സ്റ്റോക്ക് വണ്ടികൾ ഇതിൽ കൂടെ കൊണ്ടു കിടന്നത് എക്സ്ട്രീം റൈറ്റിൽ കൂടെയാണ്. നമ്മുടെ കോമ്പറ്റീഷൻ വണ്ടി മാത്രമാണ് ലെഫ്റ്റിലൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത്, കോമ്പറ്റീഷൻ വണ്ടികൾ മാത്രം. അപ്പോൾ ഈ വണ്ടി അതിൽ കൂടെ കയറി പോകുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ഓവർ ആംഗിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നോർമൽ വണ്ടിയിലാണെങ്കിൽ ഇപ്പം നടുക്കിടിച്ച് നിന്നിട്ടുണ്ടാവും, അവിടെ വളരെ കൂളായിട്ട് കയറി പോന്നു. അതുപോലെ ഇനി അടുത്ത ഓബ്സ്റ്റക്കിൾസ്, ഇങ്ങനെ ഒരു 4 ഓബ്സ്റ്റക്കിൾസ് ഉണ്ട് ഇവിടെ. ഈ 4 ഓബ്സ്റ്റക്കിൾസും ഈ ട്രാക്കിൽ അങ്ങനെ അതുപോലെ ബ്രേക്ക് ഓവർ ആംഗിളിന് ഇമ്പോർട്ടൻസ് ഉള്ള, അപ്രോച്ച് ആംഗിളിലും ബ്രേക്ക് ഓവർ ആംഗിളിനും ഇമ്പോർട്ടൻസ് ഉള്ള ടൈപ്പ് ഓബ്സ്റ്റക്കിൾസ് ആണ്. ഇവിടെ ഒന്നും അടി തട്ടാതെ കയറി പോരുക എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം ബെല്ലി ക്ലിയറൻസ് വേണം, എങ്കിൽ മാത്രമേ വണ്ടി അടി തട്ടാതെ കയറി പോരുള്ളൂ. അപ്പോൾ ഇതിൽ 2, അതായത് 1 കുറച്ച് ടൈറ്റാണ്, 2 അതിനേക്കാളും ടൈറ്റാണ്, 3ാമത്തെ വരുമ്പോൾ അതിലും കൂടുതൽ ടൈറ്റാണ്. അതും കയറി. ഇവിടെ ഒന്നും ബെല്ലി ഇടിക്കാതെ കേട്ടോ കയറിയത്. ഇതൊക്കെയാണ് എനിക്കിതിൻ്റെ ഹരം പിടിപ്പിക്കുന്ന സാധനങ്ങൾ. കയ്യിൽ മൊത്തം ഒരു ഫുൾ കീ. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, എന്താണ്, റാംഗ്ലറിൻ്റെ ഫ്യൂവലിട്ട് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. പക്ഷേ അകത്ത് ഇന്നർ ക്യാപ്പിലാണ് ലോക്ക് കിടക്കുന്നത്. ആ ലോക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കീ തന്നെ വേണം. അതായത് അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ചെയ്യാതെ ചാവി കൊടുക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൂടിയാണല്ലോ. വണ്ടി ഓഫ് ചെയ്യാതെ ചാവി കൊടുത്ത് തുറന്ന് ഫ്യൂവൽ ചെയ്യാം, പെട്രോൾ അടിക്കാം. നമ്മൾ ചെറിയ ഒരു ഓഫ് റോഡ് ട്രയൽ നടത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ട് എടുത്തത്, നമ്മുടെ എസ്റ്റേറ്റിലേക്ക്. അതായത് നമ്മൾ സ്ഥിരം ട്രയൽ നടത്തുന്ന സ്ഥലം. ഇവിടെ വണ്ടി കുറച്ച് ഹെവി ആയതുകൊണ്ടും എനിക്ക് വണ്ടിയെ കുറച്ച് പേടിയുള്ളതുകൊണ്ടും, അതായത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പരിപാടികൾ എക്സ്പെൻസീവാണ്. ഞാൻ മെക്കാനിക്കലി അല്ല പറയണത്, ബോഡിക്കായാലും അവിടെ ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് പോയി തട്ടാം. അപ്പം നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കുന്നില്ല. ചെറിയ ചെറിയ ട്രെയിനിലൊക്കെ നമ്മൾ കയറ്റി നോക്കുന്നുണ്ട്. ജിംനിയും താറും ഓടിച്ച എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ കൂടെ ഓടിക്കാൻ എനിക്ക് ഒരു ധൈര്യം തോന്നുന്നില്ല. കാരണം വല്ലതും പറ്റിക്കഴിഞ്ഞാലേ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കണം. മാത്രമല്ല വണ്ടി അതുപോലെ കെയർ ചെയ്യുന്നതാണ് വണ്ടിയുടെ ഓണർ. എന്തിനാണ് നമ്മൾ ആൾക്കൊരു പണി കൊടുക്കുന്നത്? അപ്പം എന്താ പറയുക,
ഞാൻ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ 4x4നെ കുറിച്ച്, അതായത് ഗിയർ ലിവറിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. നോർമൽ, അതായത് ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് പെർഫോമൻസ് പാർട്ടിൽ പറയാം. ആ ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റർ ലിവറാണത്. നല്ല ഒരു രസമുള്ള ഷിഫ്റ്ററിൻ്റെ ഈ സ്വിച്ചൊക്കെ ഒരു റെഡ് കളറും, പിന്നെ പറഞ്ഞ ഗിയർ ലിവറിൻ്റെ മുകളിൽ ഒരു ജീപ്പിൻ്റെ ലോഗോ അല്ല, ജീപ്പ് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റർ ലിവറിൽ തന്നെ, അതായത് ട്രാൻസ്ഫർ കേസ് ഷിഫ്റ്റർ ലിവറിൽ തന്നെ ഒരു ഇലക്ട്രോണിക് മോഡ് ഉണ്ട്. അതായത് 2H കഴിഞ്ഞാൽ 4H ഓട്ടോയും 4H പാർട്ട് ടൈം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ന്യൂട്രലിൽ 4L. നമ്മൾ എന്താ പറയുക, ഇപ്പം താറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഷിഫ്റ്റർ ഇരിക്കുന്നത്. താർ എന്ന് പറഞ്ഞതുകൊണ്ട് മോശം വിചാരിക്കണ്ട കേട്ടോ. മാനുവലി കിട്ടു, ഗിയർ അടുത്ത് ഷിഫ്റ്റ് ചെയ്തു. ഒബ്സ്റ്റക്കിളിൽ കൂടെ നമ്മൾ കൂളായിട്ട് കയറി വന്നു. മാനുവലി ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ടാണ് ഞാൻ അതിൽ കൂടെ ഓടിച്ചത്. അത് കാരണം നല്ല ഈസി ആയിരുന്നു. ബെല്ലി ബ്രീച്ച് സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പെടുത്താൻ പാകത്തിനുള്ള ഒരു ടെറൈനിലൂടെയും കൊണ്ടുപോകുന്നില്ല, കാരണം എനിക്കിന്ന് ഒരുപാട് ടൈമില്ല അത് ചെയ്യാൻ. കുറേ കാലത്തിന് ശേഷം ചെയ്യാണ്. നമ്മൾ പ്രോപ്പർലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. വണ്ടി കയ്യിൽ എത്തിയപ്പോൾ ഇജാസ് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്യല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിതിന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഒരു പ്രിപ്പയർഡ് വീഡിയോ അല്ല. ട്രാക്ക് ആയാലും എനിക്കൊന്നും കൂടി സെറ്റ് ചെയ്യാമായിരുന്നു ഇവിടെ, അതും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഉള്ളത് നമ്മൾ നേരത്തെ ഓടിച്ചിട്ടുള്ള ട്രാക്കിൽ കൂടെയൊക്കെ തന്നെ ഒന്ന് ഓടിക്കുക. അതിൽ കൂടെ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ഓടിക്കുക. ഈ ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തിൽ കൂടെ ഓടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, വണ്ടി കയ്യിൽ നിന്ന് പോകാൻ ചാൻസസ് കൂടുതലാണ്. മരങ്ങളിൽ പോയി ലോഡാവാം. അങ്ങനെ ലോഡാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം കെയർ ചെയ്യുന്നത്. സ്റ്റിയറിംഗ് കാര്യം പറഞ്ഞില്ലേ, സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്. ഇപ്പോൾ ജിമ്നിയുടെ ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജിമ്നിയും താറും ഒന്നും ഇത്ര ലൈറ്റല്ല. പുതിയ ബാർ ഡിസ്കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ. മൈ ഗോഡ്. റിയർ ഓൺ ചെയ്തു, ഫ്രണ്ടും ഓൺ ചെയ്തു. ശരി, നമ്മൾ 2 തവണ അറ്റംപ്റ്റ് ചെയ്തു. ആദ്യം പോയ പോക്കിൽ പയ്യെ ക്രോൾ ചെയ്ത് കയറിക്കൊണ്ടിരുന്നു. ട്രാക്ക് അതിന് മാത്രം സ്ലിപ്പറി ആയിട്ടുണ്ട്. ഈ ട്രാക്ക് ഓരോ തവണയും ഓരോ പോലെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യാറ്. അപ്പം ഇന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗിയറിൽ ട്രൈ ചെയ്തു, ലോ റേഞ്ചിൽ കയറിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗിയർ ലോ റേഞ്ചിൽ ട്രൈ ചെയ്തു. ലോ അത്യാവശ്യം ക്രോളുള്ള റേഷ്യോസ് ആണ് ഈ വണ്ടി. താറാണെങ്കിൽ അത് സെക്കൻഡ് ഗിയറിൽ കയറി പോയതിനെ പിന്നെ ചിലപ്പോൾ ഒന്ന് വണ്ടിക്ക് വെയിറ്റും ഉണ്ട്. അറൗണ്ട് 2+ ടൺ വെയിറ്റ് ഉള്ള വണ്ടിയാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പം നമ്മളിനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിയർ ലോക്കർ എൻഗേജ് ചെയ്യുന്നു. അപ്പം ഇവിടെ കാണാം, റിയർ ലോക്കർ എൻഗേജ് ചെയ്തത് കാണാം. എന്നിട്ട് നമ്മൾ ഡ്രൈവിൽ ഷിഫ്റ്റ് ഡ്രൈവിലിട്ടു. ഡ്രൈവിൽ മാനുവലിലേക്ക് പോയി, മാനുവലിൽ സെക്കൻഡ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് മിക്കവാറും തേർഡിലേക്കും പോകും. നമ്മൾ മൊമെന്റം ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ. സ്മൂത്ത് ആൻഡ് ഈസി. ഇനി നമ്മൾ വണ്ടി മുകളിലെത്തി. ലോക്കറിൻ്റെ ആവശ്യമില്ല. ലോക്കർ ഓഫ് ചെയ്യുന്നു. റിവേഴ്സ് എടുത്തു, തിരിച്ചിറങ്ങാണ്. അപ്പം ആ കയറ്റം കയറാൻ, അതായത് ഒരു തവണ കയറിയില്ലെങ്കിൽ നമ്മൾ അടുത്ത തവണ ശ്രമിക്കും. നമ്മുടെ അടുത്ത് എന്തായിരുന്നു മിസ്റ്റേക്ക് എന്നുള്ളത് ക്ലിയർ ചെയ്യും. രണ്ടാമത്തെ തവണ
ആ രണ്ടാമത്തെ നമ്മുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് പോരാന്നുള്ളതല്ല, ഈ അതുമായിരിക്കാം കേട്ടോ. ഈ ട്രാക്കിൽ കുറച്ച് സ്ലിപ്പറി ആയിരുന്നു, വണ്ടിയുടെ വെയിറ്റ്, ഈ കാര്യങ്ങളെല്ലാം ജഡ്ജ് ചെയ്യൽ എളുപ്പമല്ല. പിന്നെ വണ്ടി നശിപ്പിക്കാതെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല പാടുള്ള പണിയാണ്. അതാണ് ഓഫ് റോഡിങ്ങിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള പണി. വണ്ടിക്ക് പരിക്കുകളില്ലാതെ ഓടിക്കുക. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് വണ്ടി നശിപ്പിക്കുന്നത് തീരെ താല്പര്യമില്ല. ട്രാക്കിലായാലും ഈവൻ ഫൺ ഡ്രൈവിനായാലും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ചിലവുണ്ടാക്കുന്നത് എന്തിനാ? പിന്നെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഫണ്ട് ഇല്ലാണ്ടായി പോകും. ഒരുപാട് കയ്യിൽ നിന്ന് കാശങ്ങ് പോകുമ്പോൾ നമുക്കിത് ചെയ്യാൻ തോന്നാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും, അതായത് ഓഫ് റോഡിങ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ വരുത്താറില്ല. എന്താണ് അപ്പോൾ അടുത്ത ഗിയറിൽ, സെക്കൻഡ് ഗിയറിൽ ട്രൈ ചെയ്തു, വണ്ടി കയറിയില്ല. അതായത് സ്ലിപ്പറി ആയിരുന്നു. ടയർ 80 ആണ്. മാത്രമല്ല ഈ താഴ്ന്ന് കയറി വന്നപ്പോൾ തന്നെ ടയറിൽ നല്ലോണം ചെളിയായി എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ അടുത്ത അറ്റംപ്റ്റ്, മൂന്നാമത്തെ അറ്റംപ്റ്റ് തേർഡ് ഗിയറിലിട്ടു. അതിന് പുറമെ സേഫ്റ്റിക്ക് വേണ്ടി റിയർ ലോക്കർ എൻഗേജ് ചെയ്തു. ഫ്രണ്ട് ലോക്കർ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സ്ലിപ്പറി ആണെങ്കിൽ എൻഗേജ് ചെയ്യാം, പക്ഷേ മാക്സിമം ഫ്രണ്ട് ലോക്കർ എൻഗേജ് ചെയ്യാതിരിക്കുകയാണ് സേഫർ. കാരണം ഫ്രണ്ട് ലോക്കർ എൻഗേജ് ചെയ്ത സ്റ്റിയറിംഗിലേക്ക് ലോഡ് വരും, സ്റ്റിയറിംഗ് ടൈറ്റ് ആവും, നമുക്ക് എളുപ്പത്തിൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ലോക്കർ എൻഗേജ് ചെയ്യാതെയാണ് അത് ഓടിച്ചത്. ഇനി നമുക്ക് പെർഫോമൻസ് കാര്യങ്ങൾ പറയാം. ഇനി പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ, പെർഫോമൻസ് പാർട്ടിൽ വരുമ്പോൾ പറയാനുള്ളത് ഇതിൻ്റെ എൻജിനും ഗിയർ ബോക്സും ഡ്രൈവ് ട്രെയിനുമാണ്. അതിൽ എന്താണ് പറയുക, ഒരു 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എൻജിൻ. ഇത് നേരത്തെ റാംഗ്ലറിൽ വന്നിരുന്നത് ഒരു 3600cc പെൻഡാസ്റ്റാർ എന്ന് പറഞ്ഞ്, അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റാംഗ്ലറിലെ എൻജിൻ. അത് കഴിഞ്ഞിട്ട് ഈ ജീപ്പ് റാംഗ്ലർ JL മുതലാണ് ഈ എൻജിൻ വന്നത്. ഈ എൻജിൻ്റെ ഇതിൽ പുറത്ത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോഴും കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പുറമെ ഈ 3.6 പെൻഡാസ്റ്റാർ എൻജിൻ നിർത്താതെ ഇന്ത്യയിലും കുറച്ച് രാജ്യങ്ങളിലും മാത്രമാണ് ഈ 2 ലിറ്ററിലേക്ക് അവർ കൊടുക്കുന്നത്. പിന്നെ ഇതിന് പുറമെ ഒരു V8 എൻജിനും കൂടിയുണ്ട്. പെൻഡാസ്റ്റാർ എന്ന് പറയുന്ന ഒരു V6 പെട്രോൾ എൻജിനാണ്. അതുപോലെ ഒരു V8 എൻജിൻ ഇൻ്റർനാഷണലി ഉണ്ട്. അത് 392 നമ്മുടെ ഡോഡ്ജിലൊക്കെ വരുന്ന അവരുടെയൊക്കെ അതേ മദർ ബ്രാൻഡ് തന്നെയാണ് ഈ കമ്പനീനെയും ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അവരിലൊക്കെ വരുന്ന, വൈപ്പറിലൊക്കെ വരുന്ന അതേപോലത്തെ സെയിം 6 ലിറ്റർ V8 പെട്രോൾ എൻജിൻ, ആ എൻജിനുള്ള ഒരു വണ്ടിയും കൂടി പുറത്തുണ്ട്. ഹെമി എന്ന് പറയുന്ന എൻജിൻ 6 ആണോ 4.2 ആണോ 4.8 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഐ സേ അബൌട്ട് ഇറ്റ് ലേറ്റർ. എന്തായാലും ഒരു V8 എൻജിനും കൂടി ഉണ്ട്. അതിൻ്റെ സീരീസ് നമ്പർ ആ വണ്ടിയുടെ ബോണറ്റിൻ്റെ മുകളിൽ 392 എന്ന് കാണാം. അതാണ് അതിലുള്ള ഡിഫറൻസ്. പിന്നെ ഈ എൻജിൻ അത്യാവശ്യം ഒരു അറൗണ്ട് 217 bhp ഓളം പവർ ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വീലിലേക്ക് പവർ കൊടുക്കുന്നത് ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. പഴയ പോലെ തന്നെ എന്താണ് പറയുക, ട്രാൻസ്ഫർ കേസ് ലെഫ്റ്റ് സൈഡിലാണ്, ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലെഫ്റ്റ് ഓഫ് സെറ്റാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മഹീന്ദ്ര വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ മഹീന്ദ്ര വണ്ടികൾ എപ്പോഴും റൈറ്റ് ഓഫ് സെറ്റാണ് വരാറ്. ഈ വണ്ടി ലാൻഡ് ക്രൂസറിൽ വളരെ കുറച്ച് സീരീസ് മാത്രമാണ് റൈറ്റ് ഓഫ് സെറ്റ് വന്നിട്ടുള്ളത്. ബാക്കി ഒട്ടുമിക്ക സീരീസും ലെഫ്റ്റ് ഓഫ് സെറ്റ് ഡിഫറൻഷ്യലാണ്. പിന്നെ അതൊക്കെയാണ് പെർഫോമൻസ് പാർട്ടിൽ പറയാനുള്ളത്. 200 bhpയുടെ മുകളിൽ പവർ, അതായത് ഈ വണ്ടീനെ തള്ളി വിടാൻ മാത്രം ഉള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗിയർ ബോക്സ് ആണെങ്കിലും നല്ല അടിപൊളി ഗിയർ ബോക്സ്, 8 സ്പീഡ് ഓട്ടോമാറ്റിക്. 8 ഗിയർ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ലോ ആയിട്ട് പോകാനാണെങ്കിൽ ഈ ആദ്യത്തെ കുറച്ച് ഗിയറുകളും, ഹൈവേ ക്രൂസിങ്ങിന് 7th and 8th ഗിയേഴ്സിലേക്കും ഒക്കെ പോവാം. പിന്നെ ഹൈ ആൻഡ് ലോ ഡിഫറൻഷ്യൽ റേഷ്യോസ്. ഇപ്പോൾ നമ്മൾ ലോ റേഷ്യോയിലാണ് ഓഫ് റോഡ് ചെയ്തത്. എൻജിനും ഗിയർ ബോക്സിനും ഒരു തരത്തിലും ലോഡില്ലാതെ ട്രാൻസ്ഫർ കേസ് ഡിഫറൻഷ്യലിൽ ലോയിലേക്ക് ഇട്ടിട്ട് ആണ് നമ്മൾ എന്താ പറയുക ഓടിച്ചത്. അപ്പം അതിനും ഈ വണ്ടി കേപ്പബിളാണ്. ഇതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകതകൾ. ഈ പറഞ്ഞ ലോ റേഷ്യോസ്, നമ്മുടെ എപ്പോഴും 4x4 പറയാറുള്ള നമ്മുടെ ജീപ്പുകൾക്കൊക്കെ ഉള്ള ലോ റേഷ്യോസ്. എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ റാംഗ്ലർ ഓണേഴ്സിനും കൂടിയാണ് സേഫർ സൈഡ്, ടു ബി ഓൺ ദ സേഫർ സൈഡ്. എല്ലാവരും ഷിഫ്റ്റ് ഓൺ ദ ഫ്ലൈ എന്നൊക്കെ പറയുമെങ്കിലും എപ്പോഴും ഏത് ബ്രാൻഡായാലും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ഗിയർ ബോക്സ് ന്യൂട്രലിൽ ഇട്ടതിന് ശേഷം മാത്രം മറ്റേത് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ പജീറോയുടെ ആൾക്കാരാണ് കാര്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറയാറ്. പക്ഷേ 2 വീൽ ഡ്രൈവ് ടു 4 വീൽ ഡ്രൈവ് ഹൈ, ഈ സാധനം മാത്രമാണ് എപ്പോഴും ഷിഫ്റ്റ് ഓൺ ദ ഫ്ലൈ പറയാറ്. ഒരിക്കലും ലോ റേഞ്ചിലേക്ക് പോകുമ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നോർമലി ഒരു ഗിയറിൻ്റെ ലിവർ ഉണ്ടാവും, ഒരു ലൈൻ ഉണ്ടാവും, ഒരു റോഡ് ഉണ്ടാവും.
ആ റോഡിൻ്റെ മുകളിൽ നിന്ന് 4Hലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഡിഫറൻഷ്യൽ കൂടി കണക്ട് ചെയ്യാൻ തൊട്ട് ബാക്കിലത്തെ ഗിയറിലേക്ക് തള്ളിയിടുന്നതാണ്. പക്ഷേ നേരെ മറിച്ച് ലോ റേഞ്ച് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ ലൈനേ അല്ല ഗിയർ ബോക്സിൻ്റെ പോകുന്നത്, കംപ്ലീറ്റ് റിഡക്ഷൻ റേഷ്യയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് വലിച്ചിടുമ്പോൾ എപ്പോഴും വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാം. അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ജീപ്പ് റാംഗ്ലർ JLൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ബേസിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാം പറഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള അപ്ഗ്രേഡുകളെല്ലാം ഇത്രയൊക്കെയാണ്. ജീപ്പ് റാംഗ്ലർ വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. ഇത്രയൊക്കെയാണ് ജീപ്പ് റാംഗ്ലർ JLനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറച്ച് ടൈം ലിമിറ്റേഷൻസും എന്താണ് പറയുക, വണ്ടിക്കും ലിമിറ്റേഷൻസ് പറഞ്ഞാൽ വണ്ടി അങ്ങനെ നശിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. അതല്ലെങ്കിൽ കുറച്ചും കൂടി ടെറൈൻസൊക്കെ നമുക്ക് കയറ്റി കാണിക്കാമായിരുന്നു. എങ്കിൽ കൂടി ഇപ്പം കയറിയ തന്നെ നോർമലി നമ്മുടെ വണ്ടികളെല്ലാം കയറുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കയറി. പിന്നെ ഞാനൊരു സ്പെസിഫിക് ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഓബ്സ്റ്റക്കിൾ വെച്ചാണ് ഞാൻ ജിംനിനെയും താറിനെയും കമ്പയർ ചെയ്തത്. ഇതേ ടൈപ്പ് ക്ലൈമറ്റിൽ കഴിഞ്ഞ വർഷം ഞാൻ താർ അതിൽ കൂടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. സ്ലിപ്പറി സിറ്റുവേഷനിൽ താറ് പെട്രോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ ഈസി ആയിട്ട് കയറിപ്പോയ ഒരു സ്ഥലത്ത് ഞാൻ ജിംനി കമ്പാരിസൺ എടുത്തപ്പോൾ മാനുവൽ ഓടിച്ചു, ഓട്ടോമാറ്റിക് ഓടിച്ചു. എൻ്റെ വണ്ടിയിൽ ഞാൻ empty ടയർ ചെയ്തതിന് ശേഷം ആ ഒബ്സ്റ്റക്കിൾ ട്രൈ ചെയ്തു. കൂളായിട്ട് കയറിപ്പോയി. കൂളായിട്ടെല്ലാം അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ട് കയറിപ്പോയി. താറ് കയറിയ പോലെ ഈസി ആയിട്ട് കയറിയില്ല. മാനുവൽ വണ്ടി അതിൽ വിത്ത് 80 ടയർ സ്റ്റോക്ക് വണ്ടി, ഞാൻ അവരുടെ ഡെമോ വണ്ടി വിളിച്ചതാണ്. ആ വണ്ടി ആ ഒബ്സ്റ്റക്കിൾ കയറിയില്ല. ഇന്ന് ഈ വണ്ടി ഓൾമോസ്റ്റ് ഒരു 90% മുകളിലേക്ക് ഫ്രണ്ട് വീല് കയറി വെച്ചു. അപ്പോഴത്തേക്കും ചെളി ടയറിൽ പൊതിഞ്ഞ് 80 ആണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ മാത്രമല്ല എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ മരമൊക്കെ ഉണ്ട്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മരത്തിൽ പോയി അടിക്കാം. വണ്ടി ഹെവിയറാണ്, ജിംനിയും താറും പോലെ ലൈറ്റർ അല്ല. അത് കാരണം ഞാൻ വണ്ടി വെച്ച് അങ്ങനെ ട്രൈ ചെയ്തില്ല. ലോക്കർ ഏറ്റവും മുകളിൽ കയറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ലോക്കർ വെച്ച് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാമതൊരു അറ്റംപ്റ്റിന് ഞാൻ നിന്നില്ല എന്നുള്ളതാണ് സത്യം. ചെയ്തിരുന്നെങ്കിൽ അത് കയറിയേനെ. ഞാൻ ഒരു വീഡിയോ വേറൊരു കയറ്റം, സിമ്പിൾ ഒരു കയറ്റം ഞാൻ കാണിച്ചിട്ടുണ്ടായി. ആദ്യത്തെ അറ്റംപ്റ്റിൽ കയറിയില്ല, രണ്ടാമത്തെ അറ്റംപ്റ്റിൽ സെക്കൻഡ് ഇട്ട് ട്രൈ ചെയ്തു, കയറിയില്ല. തേർഡ് അറ്റംപ്റ്റിൽ തേർഡ് ഗിയറിൽ വിത്ത് റിയർ ലോക്കേഴ്സിലാണ് വണ്ടി കയറിയത്. അപ്പം എന്താ പറയുക, അതൊക്കെയാണ് ജീപ്പ് റാംഗ്ലറിനെ കുറിച്ച് പറയാനുള്ളത്. ഇടയിൽ താറും ജിമ്മിയൊക്കെ കയറി വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് അതായത് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ, ഒരിക്കലും പ്രൈസ് കാര്യങ്ങളിൽ വില എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു വണ്ടീനെ മറ്റൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇതിനെ ബേസ് ചെയ്താണ് ഈ പറഞ്ഞ മറ്റ് വണ്ടികളെല്ലാം വന്നിട്ടുള്ളത്. ഇതൊരു ഐക്കോണിക്, ഒരു എന്താ പറയുക, എപ്പോഴും ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ് ജീപ്പ് റാംഗ്ലർ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റ് എല്ലാ വണ്ടികളും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുമായിട്ടൊരു കമ്പാരിസൺ എന്നുള്ള ഒരു കാര്യം പറയാൻ എവിടെയും കഴിയില്ല. പിന്നെ ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പുതിയ ജനറേഷൻ വല്ല വണ്ടികൾ ഇപ്പോൾ എന്താണ് പറയുക, അതും എന്താ പറയുക, നമ്മുടെ ഗ്രനേഡിയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലില്ല. ഇനിയോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഗ്രനേഡിയറൊക്കെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. കാരണം അതിനാണ് ഇത്രയും ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോഴും സോളിഡ് ആക്സിലല്ല. റിജിഡ് ആക്സിലുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്പെസിഫിക്കേഷൻ കൂടുതലുള്ള ഇന്നും ഏറ്റവും റഗഡ് വണ്ടി തന്നെയാണ് ജീപ്പ് റാംഗ്ലർ റുബിക്കോൺ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റുബിക്കോൺ. താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.